ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇരു മുന്നണികളും തമ്മിൽ അഭിമാന പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് വടക്കാഞ്ചേരി. ലോക്സഭാ മണ്ഡലത്തിൽ UDF വിജയിച്ച ഏക നിയമസഭാ മണ്ഡലം കൂടിയാണിത്. വോട്ട് വർദ്ധിപ്പിക്കാൻ UDF ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് LDF. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിന് ചരിത്രത്തിലേറെ പറയാനുണ്ട്. 3 പതിറ്റാണ്ട് UDFനൊപ്പം ഉറച്ചുനിന്ന വടക്കാഞ്ചേരിയിൽ 2004 ഉപതെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന K. മുരളീധരൻ പരാജയപ്പെട്ടു. പുനർനിർണയത്തിന് ശേഷവും LDFനൊപ്പം നിന്ന വടക്കാഞ്ചേരിയെ 2016 43 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അനിൽ അക്കരയിലൂടെയാണ് UDF തിരിച്ചുപിടിച്ചത്. ലോക്സഭാ മണ്ഡല പരിധിയിൽ UDFന് ലഭിച്ച ഏക നിയമസഭാ മണ്ഡലം. വോട്ട് വർദ്ധിപ്പിക്കൽ UDFന് അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ തവണ വടക്കാഞ്ചേരി എനിക്ക് 65,000 വോട്ടാണ് ലഭിച്ചത്. വോട്ട് ചെയ്യാതിരുന്ന വടക്കാഞ്ചേരിയിലെ മുഴുവൻ ആളുകളും ഈ 3 വർഷക്കാലം കൊണ്ട് ഒരു അനുകൂല സാഹചര്യത്തിൽ വന്നിട്ടുണ്ട്. അവർ UDFനെ തവണ വോട്ട് ചെയ്യും. മണ്ഡലം LDFന്റെ കോട്ട തന്നെയാണെന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും 2 തവണ വിജയിച്ച മന്ത്രി AC മൊയ്തീനും LDFും ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ തവണയുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ നിസ്സാര മാർജിന് കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടിന് ഈ മണ്ഡലം നഷ്ടപ്പെടാനിടയാക്കിയിട്ടുണ്ട്. ഈ തവണ അതുണ്ടാവില്ല. ജാഗ്രതയോടുകൂടി എല്ലാ പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും രംഗത്തുണ്ട്. MLAയും മന്ത്രിയും കളത്തിലിറങ്ങിയാണ് വടക്കാഞ്ചേരിയിൽ ഇരു മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വടക്കാഞ്ചേരി ഇരുമുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. പിടിച്ചെടുത്തത് നിലനിർത്താൻ UDFും കോട്ട കാക്കാൻ LDFും ആഞ്ഞുപിടിക്കുന്നു. ക്യാമറമാൻ ഷനു ബാലകൃഷ്ണനോടൊപ്പം PM ഷബീർ, മീഡിയ 1, ആലത്തൂർ.